SBI, HDFC, ICICI, ആക്സിസ് ബാങ്ക് ഇവയിൽ ഏതെങ്കിലും ബാങ്കിന്റെ കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾ അറിയാതെ പോകരുത്. ജൂലൈ 15 മുതൽ, അതായത് ഇന്നലെ മുതൽ ഈ കാർഡ് ഉപയോഗിക്കുന്നതിന് ചാർജ് ഈടാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. ഇന്നത്തെ ബാങ്കിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ SBI, HDFC, ആക്സിസ് ബാങ്ക്, ICICI തുടങ്ങിയ ബാങ്കുകളുടെ കാർഡുകളുടെ ഉപയോഗത്തിന് പ്രത്യേക ചാർജുകൾ ഈടാക്കാൻ ബാങ്ക് ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ മുതലാണ് ഈ തീരുമാനം ഇംപ്ലിമെന്റ് ആയി തുടങ്ങിയത്. സോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലാണ് ചാർജുകൾ ഈടാക്കപ്പെടുന്നത്, എത്ര എമൗണ്ട് ആണ് ചാർജ് ആയിട്ട് പോകുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത്. നമുക്ക് ആദ്യം SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള പുതിയ ചാർജുകളാണ് SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ അപ്ലൈ ആവാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. SBI ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതുവരെ, അതായത് ജൂലൈ 15 മുമ്പ് വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന മിനിമം എമൗണ്ട് ഡ്യൂ വെറും 5% മാത്രമായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു മാസത്തെ SBI ക്രെഡിറ്റ് കാർഡ് ബില്ല് 50,000 രൂപയാണ് എങ്കിൽ അതിന്റെ 5%, അതായത് 2,500 രൂപയായിരുന്നു മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത്. ഇതിൽ GST പോലെയുള്ള ചാർജുകൾ, അതുപോലെ EMI, എക്സ്ട്രാ ഫീസുകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചാർജുകളൊന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ മുതൽ, അതായത് ജൂലൈ 15 മുതൽ മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് GST, EMI, മറ്റ് ചാർജുകൾ, അങ്ങനെ പല വിധത്തിലുള്ള ചാർജുകൾ ഉൾപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് മിനിമം എമൗണ്ട് ഡ്യൂ വരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫുൾ GST, ഫുൾ EMI amounts, ഫൈനാൻഷ്യൽ ചാർജസ് ആൻഡ് ലേറ്റ് ഫീസ്, ഓവർ ലിമിറ്റ് ചാർജസ് ഏതെങ്കിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ ഓവർ ലിമിറ്റ് ചാർജും വരും. അതുകൂടാതെ റീറ്റെയിൽ സ്പെൻഡുകൾക്ക് 2% വരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു മാസത്തെ ബില്ല് 50,000 രൂപയാണ് എന്നിരിക്കട്ടെ. അതിൽ റീറ്റെയിൽ പർച്ചേസുകൾക്ക് 30,000 രൂപ പോകുന്നു. 10,000 രൂപ EMI ആയിട്ടും 5,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫീസ് ആയിട്ടും പോകുന്നു. 900 രൂപ GST, 4,100 രൂപ അതർ ചാർജസ് എന്ന ഇനത്തിലും പോകുന്നു. മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു മിനിമം ഡ്യൂ എന്ന് പറയുന്നത് 2,500 രൂപയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിനിമം ഡ്യൂ 10,000 രൂപ EMI, 5,000 രൂപ ഫീസ്, 900 രൂപ GST പ്ലസ് 600 രൂപ, അതായത് 30,000 റീറ്റെയിൽ സ്പെൻഡിന്റെ 2%, 16,500 രൂപ ഇവിടെ നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. മുമ്പ് 2,500 രൂപ നിങ്ങൾ മിനിമം എമൗണ്ട് ഡ്യൂ ആയിട്ട് അടക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ഇവിടെ നിങ്ങൾ 16,500 രൂപ പുതുക്കിയ നിയമപ്രകാരം SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അടക്കേണ്ടതായിട്ടുണ്ട്. പെനാൽറ്റികൾ ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു തുക നിങ്ങൾ അടച്ചേ മതിയാവുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നത് പേയ്മെന്റ് അലോക്കേഷൻ ഓർഡറിന്റെ കാര്യത്തിലാണ്. എങ്ങനെയാണ് പേയ്മെന്റ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യത്തിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. മുൻപ് പേയ്മെന്റ് വന്നിരുന്നത് റീറ്റെയിൽ സ്പെൻഡുകൾക്ക് മാത്രമായിരുന്നു. SBIയിൽ പുതുക്കിയ നിയമപ്രകാരം വരുന്ന പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ GST, EMIകൾ, ഫീസ്, ഇൻട്രസ്റ്റ്, റീറ്റെയിൽ, ക്യാഷ് അഡ്വാൻസ്. ഉദാഹരണത്തിന് നിങ്ങൾ 50,000 ക്രെഡിറ്റ് കാർഡ് ബില്ലിലേക്ക് 20,000 രൂപ അടക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ 900 രൂപ GST ഇനത്തിലേക്ക് പോകുന്നു. അത് GST ക്ലിയർ ചെയ്യുന്നു. അടുത്ത 10,000 രൂപ EMI ക്ലിയർ ചെയ്യുന്നു. അടുത്ത 5,000 രൂപ ഇതിന്റെ ഫീസും മറ്റു ചാർജുകളും ക്ലിയർ ചെയ്യുന്നു. ബാക്കി വരുന്ന 4,100 രൂപ റീറ്റെയിൽ പർച്ചേസിലേക്ക് പോകുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബാക്കി വരുന്ന റീറ്റെയിൽ ഡ്യൂവിന് ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആയിരിക്കും എന്നതാണ്. സൗജന്യ ട്രാവൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത് SBIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർക്ക്. മുൻപാണെങ്കിൽ SBI എലൈറ്റ്, പ്രൈം, പൾസ് എന്നീ കാർഡുകൾക്ക് എയർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഈ കാർഡുകൾ ഉണ്ടെങ്കിൽ ലഭിക്കുമായിരുന്നു. ഇതിൽ പ്രീമിയം കാർഡുകൾക്ക് 1 കോടി രൂപയുടെ കവറേജും പ്രൈം കാർഡുകൾക്ക് 50 ലക്ഷം രൂപയുടെ കവറേജുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ പുതുക്കിയ നിയമപ്രകാരം SBIയുടെ ഏത് കാർഡാണെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള എയർ ആക്സിഡന്റ് ഇൻഷുറൻസും കൊടുക്കുന്നതല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കാർഡ് നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസിനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇനി അത് റിലേ ചെയ്യാതിരിക്കുക, ഇനി അത് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. പകരം നിങ്ങൾ സെപ്പറേറ്റ് ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ആകസ്മികമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് സംഭവിക്കാം, അല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സംഭവിക്കുന്നത് നമുക്ക് ഒരുപാട് പണത്തിന്റെ ആവശ്യകത ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾക്ക് വലിയൊരു പ്രീമിയം കൊടുത്ത് ടേം ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ സാമ്പത്തികമായി സുരക്ഷിതമാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെറും 600 മുതൽ 700 രൂപ വരെ പ്രതിമാസ പ്രീമിയം നിങ്ങൾക്ക് നൽകാൻ പറ്റുമെങ്കിൽ 2 കോടി രൂപ വരെയുള്ള ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭ്യമാണ്.
ലഭ്യമാവും. 51ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ നിങ്ങൾക്ക് ഇവിടെ താരതമ്യം ചെയ്ത് തിരഞ്ഞെടുക്കാം. ഇവയിൽ നിന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കമ്പയർ ചെയ്ത് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവി സുരക്ഷിതമാക്കുന്നതിനായി ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിരിക്കുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിവിധ ഇൻഷുറൻസുകൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാൻ സാധ്യമാണ്. അതുമാത്രമല്ല നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതുകൂടാതെ അവരുടെ അസിസ്റ്റൻസും നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ സാധ്യമാണ്. അപ്പോൾ ടേം ഇൻഷുറൻസിലൂടെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കി. ഇനി നമ്മൾക്ക് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ആക്സിഡന്റ് പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖങ്ങൾ പോലെയുള്ള നിർഭാഗ്യകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് പണം അതിലേക്ക് ചെലവാകാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രസക്തി. അത്തരത്തിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും അവൈൽ ചെയ്യാവുന്നതാണ്. പ്രതിമാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നിങ്ങൾ നൽകുകയാണെങ്കിൽ 1 കോടി രൂപ വരെയുള്ള ലൈഫ് കവറേജ് നിങ്ങൾക്ക് ലഭ്യമാവും. അതുമാത്രമല്ല 25% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ വെറും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ തന്നെ 51ലധികം ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഏത് ആരോഗ്യ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല അവരുടെ അസിസ്റ്റൻസും അവരുടെ സഹായവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം. സോ ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ SBIയുടെ ക്രെഡിറ്റ് കാർഡിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി HDFC ക്രെഡിറ്റ് കാർഡിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ജൂലൈ 1 മുതൽ പുതിയ ട്രാൻസാക്ഷൻ ചാർജുകൾ HDFC ചെലുത്താൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഒരു പരിധിക്കപ്പുറം HDFCയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു സർട്ടൈൻ ലിമിറ്റേഷൻസിനപ്പുറം HDFCയുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് 1% ചാർജ് കൂടാതെ അതിന്റെ GST ഇത് രണ്ടും ചേർന്ന് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പരിശോധിക്കാം. ഉദാഹരണത്തിന് Dream11, MPL, റമ്മി സർക്കിൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഗെയിമുകളിൽ നിങ്ങൾ HDFC കാർഡ് ഉപയോഗിക്കുകയാണ് എന്നിരിക്കട്ടെ. ഇതിന്റെ പ്രതിമാസ ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. സോ നിങ്ങൾ 10,000-ൽ കൂടുതൽ, അതായത് ഒരു 12,000 രൂപ നിങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ 1% കൂടാതെ GSTയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് 12,000 രൂപ ചെലവാക്കുന്ന സമയത്ത് ഇവിടെ അധികം വരുന്ന തുക 10,000 ആണ് ലിമിറ്റേഷൻ, പ്ലസ് 2,000 രൂപ നമ്മൾ കൊടുക്കുന്നു. സോ എക്സസ് എമൗണ്ട് 2,000 രൂപ. അതിന്റെ 1% എന്ന് പറയുന്നത് 20 രൂപ പ്ലസ് GST. സോ ഈ ഒരു എമൗണ്ട് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാലറ്റ് ലോഡുകൾ, അതായത് Paytm, MobiKwik, FonePe, Google Pay തുടങ്ങിയ വാലറ്റ് ലോഡുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ചാർജുകൾ ബാധകമായിട്ടുള്ള മറ്റൊരു ഏരിയ. ഇതിന്റെ പ്രതിമാസ ലിമിറ്റ് 10,000 രൂപ ആണെങ്കിൽ അതിൽ എക്സസ് വന്നു കഴിഞ്ഞാൽ 1% എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, പ്ലസ് അതിന്റെ GSTയും കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് വാലറ്റ് ലോഡ് നിങ്ങൾ ചെയ്യുന്നത് 15,000 രൂപയാണ് എന്നിരിക്കട്ടെ. അതിൽ നിങ്ങൾക്ക് 10,000 രൂപയാണ് നിങ്ങളുടെ ലിമിറ്റേഷൻ ആയി വരുന്നത്. 5,000 രൂപ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 5,000-ന്റെ 1%-മായ 50 രൂപ പ്ലസ് അതിന്റെ GST നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് HDFC ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വാലറ്റ് ലോഡിംഗിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. അതുകൂടാതെ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റ് ചെയ്യുന്നവർ, അതായത് ഇലക്ട്രിസിറ്റി ബിൽ, DTH ബില്ല്, മൊബൈൽ ബില്ല്, വാട്ടർ ബില്ല് അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കും പുതിയ നിയമം വന്നിരിക്കുന്നു. മന്ത്ലി ലിമിറ്റ് 50,000 രൂപ. പുതിയ നിയമപ്രകാരം അതിൽ കൂടുകയാണെങ്കിൽ 1% എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും, പ്ലസ് GSTയും കൊടുക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് മൊത്തം ബില്ല് 60,000 രൂപയാണ് എന്നിരിക്കട്ടെ. ഇവിടെ 50,000 രൂപയാണ് നമ്മുടെ ലിമിറ്റ്, എക്സ്ട്രാ 10,000 രൂപ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ എക്സീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. സോ 10,000-ന്റെ 1% 100 രൂപയും പ്ലസ് GSTയും നമ്മൾ ബില്ലായിട്ട് കൊടുക്കേണ്ടി വരും. ഫ്യൂവൽ പർച്ചേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളുടെ HDFC ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഫ്യൂവൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇന്ധനം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് സിംഗിൾ ട്രാൻസാക്ഷൻ ലിമിറ്റ്, അതായത് ഒറ്റത്തവണ നിങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അതിൽ കൂടുകയാണെങ്കിൽ 1% എക്സ്ട്രാ കൊടുക്കണം, പ്ലസ് GSTയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് 16,000 രൂപയുടെ ഡീസൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 16,000-ന്റെ 1% 160 രൂപ പ്ലസ് അതിന്റെ GST നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പേയു, റേസർ പേ, ഇൻസ്റ്റാമോജോ പോലെയുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഫുൾ എമൗണ്ട് കൊടുക്കുമ്പോൾ അതിന്റെ 1% പ്ലസ് GSTയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ HDFC ക്രെഡിറ്റ് കാർഡിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ചാർജസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ICICIയിലേക്കാണ്. ഇവിടെ നമ്മൾ ഡെബിറ്റ് കാർഡിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ICICIയുടെ ഡെബിറ്റ് കാർഡിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്
നമുക്ക് നോക്കാം. ജൂലൈ 1 മുതൽ ICICIയുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കുണ്ടാകുന്ന ആനുവൽ ചാർജ് പ്രതിവർഷ ചാർജ് 300 രൂപയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കാർഡ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുതിയ കാർഡ് ലഭിക്കണമെങ്കിൽ, കാർഡ് റീപ്ലേസ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരു 300 രൂപ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമുക്കറിയാം, നമ്മൾ വിമാനയാത്ര ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിലെ ലോഞ്ച് ആക്സസ് ചെയ്യുന്നത്, അതായത് ക്രെഡിറ്റ് കാർഡ് വെച്ച് എയർപോർട്ടിലെ ലോഞ്ച് ആക്സസ് ചെയ്യുന്നത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ICICIയിൽ ഇതിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. എന്താണ് ICICIയുടെ എയർപോർട്ട് ലോഞ്ച് ആക്സസുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ICICIയുടെ എംറാൾഡ് ക്രെഡിറ്റ് കാർഡ്, അദാനി വൺ ക്രെഡിറ്റ് കാർഡ്, ടൈംസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് എന്നീ ക്രെഡിറ്റ് കാർഡുകൾക്കാണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നത്. ഈ കാർഡുകൾ ഉപയോഗിച്ച് ലോഞ്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഇനി പുതിയ നിയമം ബാധകമായിരിക്കുകയാണ്. വിശദമാക്കി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ റെന്റ് പേയ്മെന്റ്, അതായത് വാടക, ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ EMIകൾ ഈ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടച്ചിട്ടുണ്ടാവാൻ പാടില്ല. കൂടാതെ ട്യൂഷൻ ഫീസ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഫീസ് പോലെയുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചാർജുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ അടച്ചിട്ടുണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാർഡുകൾ ഉപയോഗിച്ച് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അതേസമയം ഷോപ്പിംഗ്, ഡൈനിങ്, ട്രാവൽ, ഫ്യൂവൽ, e-commerce സ്പെൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യുന്നതിന് പ്രശ്നമാവുകയില്ല. ഇനി ആക്സിസ് ബാങ്കിന്റെ കാർഡുകൾക്ക് വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജൂലൈ 1 മുതൽ ആക്സിസ് ബാങ്ക് കാർഡുകൾക്കും ചാർജ് കൂടിയിരിക്കുകയാണ്. അതായത് ATMൽ നിന്നും ആക്സിസ് ബാങ്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന സമയത്ത് മുമ്പ് നമ്മുടെ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ 21 രൂപ എക്സ്ട്രാ ഈടാക്കുമായിരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ പുതിയ നിയമപ്രകാരം ആക്സിസ് ബാങ്കിന്റെ കാർഡ് ഉപയോഗിച്ച് ATMൽ പോകുമ്പോൾ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ 23 രൂപ എക്സ്ട്രാ ഈടാക്കും. അതായത് 2 രൂപ കൂടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ATM കൗണ്ടർ ഒരു മാസം 7 തവണ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ. 5 ആണ് നിങ്ങളുടെ ഫ്രീ ലിമിറ്റ്. 5 ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പ്ലസ് 2 ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മുമ്പ് കൊടുക്കേണ്ട തുക 42 രൂപയായിരുന്നു, ഇപ്പോൾ 46 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു തുക കൂടാൻ കാരണം ATMന്റെ മെയിൻ്റെനൻസിനും അതുപോലെ തന്നെ ക്യാഷ് ഹാൻഡ്ലിംഗിന്റെ കോസ്റ്റിനും വേണ്ടിയിട്ടാണ്. സോ SBI, HDFC, ICICI, ആക്സിസ് ബാങ്ക് എന്നീ കാർഡുകൾക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാർഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഈ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബില്ല് എല്ലാം വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ, കൃത്യമായിട്ട് തന്നെ പേ ചെയ്യുക. കാർഡ് ഉപയോഗിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻസും വളരെ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യുക. അതുകൂടാതെ അൺനെസസറി ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള ചാർജുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ATM വിഡ്രോവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമുള്ള പുതിയ നിയമങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ നിങ്ങൾ അവരെ സഹായിക്കുക. ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.